ഹായ് റോമൽ. ഹായ് സർ. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? അതെ, എൻ്റെ പേര് മാനുവൽ റോമൽ എന്നാണ്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയാണ്, ആ ഈ മാസം എത്ര പ്രോഫിറ്റ് എടുത്തു? സാർ, അതിനകത്ത് 4027 ഇത് വന്നിട്ടില്ല. 4000 സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ അതങ്ങനെ 5000 അറൗണ്ട്. അതൊന്ന് 5000 അറൗണ്ട്. ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കാം. അന്ന് അപ്പോൾ റോമൽ ഇപ്പോൾ നമ്മുടെ പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എത്ര മാസം കഴിഞ്ഞിട്ടാണ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതും, അതായത് പഠിക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്? പഠിക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ ട്രേഡ് ചെയ്യാനായിട്ട്. ഫെബ്രുവരി ബാച്ചിലാണല്ലോ? അതെ, ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തതാണ്. ഇത് 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആയി തുടങ്ങി അല്ലേ? അപ്പോൾ അറൗണ്ട് 40,000 ആകുമ്പോൾ അറൗണ്ട് 10% മുകളിൽ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? ശരി, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിച്ചോട്ടെ. പെർ ക്യാപ്പിൽ വന്നതിന് ശേഷം റോമലിന്റെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടായ കുറെ മാറ്റങ്ങളുണ്ട്. അതായത് പൈസയോടുള്ള കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ട്രേഡിനോടുള്ള കാഴ്ചപ്പാടോ. കാരണം റോമൽ ഇവിടെ വരുന്നതിന്റെ മുന്നേ നമുക്ക് പേഴ്സണലി അറിയുന്ന ആളുകളാണ്. ഇതിന്റെ മുന്നേ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ പെർ ക്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാഴ്ചപ്പാടുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു വെൽത്ത് ക്രിയേഷൻ, ഒരു എന്താ പറയണ, നമ്മുടെ റിട്ടയർമെന്റ്, ആഫ്റ്റർ റിട്ടയർമെന്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്, അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, എങ്ങനെയാണ് അസറ്റ് മാനേജ് ചെയ്യണത്, നമ്മൾ കുറച്ചുകൂടി മണി മാനേജ്മെന്റിന് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാനായിട്ട്. ശരി ശരി, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ റോമല് കുറച്ച് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ പെർ ക്യാപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ബാച്ച് ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരിയുടെ മുമ്പ് തന്നെ നമ്മൾ അറിയുന്ന ആളുകളാണ്. അപ്പോൾ റോമൽ ആക്ച്വലി ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു? ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല സത്യത്തില്. പഠിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായിട്ട് പോയി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിക്കുന്നു, കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നു. പറയത്തക്ക പ്രോഫിറ്റ് ഒന്നും ഇല്ല. അങ്ങനെ എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ഒരു പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാനായിട്ടൊന്നും എനിക്കൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും ചോദിക്കുമ്പോ ഞാൻ ട്രേഡ് ചെയ്യാറുണ്ടെന്നുള്ള കോൺഫിഡൻസിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു 1 മന്തിൽ ശരിക്കും ഞാൻ കോൺഫിഡന്റ് ആയി, സത്യം പറയാം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലരും എടുക്കുന്ന ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന ട്രേഡ് എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അനാലിസിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ റോമിൽ 100% ഇപ്പോൾ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു അറൗണ്ട് അബൌട്ട് 10% പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ഇത് അങ്ങനെ കിട്ടിയ കോൾ ഔട്ട്സിന്റെ മുകളിൽ മാത്രം എടുത്ത ട്രേഡ്സ് ആണോ, അതോ റോമലിന്റെ സ്വന്തം അനാലിസിസ്, അതായത് നമുക്ക് അറിയാം എങ്ങനെ ട്രേഡ്സ് മീൻസ് സ്റ്റോക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന്റെ ബേസിസിൽ എങ്ങനെ ആയിരുന്നു സ്റ്റോക്ക് സെലക്ട് ചെയ്തിരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കൂടുതലും ഞാൻ തന്നെ എടുത്തിരിക്കുന്നതിൻ്റെയാണ്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ആ രീതിക്ക് വെച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ തന്നെ എടുത്തിരിക്കുന്ന ട്രേഡാണ്. പിന്നെ അതല്ലാതെ കോൾ ഔട്ട്സ് വന്നിരിക്കുന്നതും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് സജഷൻസ് എടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമലിന്റെ സ്വന്തമായിട്ടുള്ള. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് നമ്മളും ഇട്ടിട്ട് നമ്മൾ ചോദിക്കുമല്ലോ, നമുക്ക് എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഒരു റിവ്യൂസും കൂടിയൊക്കെ എടുത്തിട്ട്. പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ റോമല് പലയിടത്തുനിന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം, നമ്മൾ മുമ്പ് തന്നെ പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്നതാണ്, പലയിടത്തുനിന്നായിട്ട് റോമല് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയും പെർ ക്യാപ്പിനെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന, അല്ല പെർ ക്യാപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ റോമലിന് തോന്നിയത് എന്താ? അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ ഫീസാണ്. ഫീസ് നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ 10 ഇരട്ടിയിലാണ് നമ്മൾ ഇതൊക്കെ എല്ലാം പഠിച്ചത്. അപ്പൊ അത്രയും വലിയ ഫീസ് നമ്മൾ കൊടുത്തിട്ട് പിന്നെ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാപിറ്റല്, നമുക്ക് എല്ലാം കൂടിയിട്ട് ഫീസ് തന്നെ അത്രയും വലിയൊരു എമൗണ്ട്. ഇതിപ്പോ ഞാൻ അവിടെ കൊടുത്തതിന്റെ ഫീസിന്റെ മാത്രമായിട്ട് അത്രയും പോലും എടുത്തിട്ടില്ല ഞാൻ ശരിക്കും പറഞ്ഞ ക്യാപിറ്റലായിട്ട്.
അതിനേലും കുറച്ച് താഴ്ത്തായിട്ടാണ് എന്റെ ക്യാപിറ്റൽ. ഇപ്പൊ ഞാനിപ്പോ കറന്റ്ലി ഞാൻ ട്രേഡ് ചെയ്യണത് അത്ര. അപ്പോൾ ഓൾറെഡി ഞാനൊരു 1 മന്ത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ട്രേഡ് ചെയ്ത് ഞാൻ ഇവിടെ നമ്മുടെ ഫീസിനേക്കാളും ആ ഒരു ഏകദേശം ഒരു എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്തു. ട്രേഡ് ചെയ്ത് നമുക്ക് ഉണ്ടായി. പക്ഷെ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടില്ല സത്യത്തില്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്യുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി എളുപ്പമാണ്. എളുപ്പമാണ്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങള് പഠിപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് അങ്ങനെ പഠിക്കണേക്കാൾ നമ്മൾ വേണ്ടത് മാത്രമായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അത് അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയേക്കണത്. അതോ ഇപ്പോൾ ഒരു കാര്യം കൂടി സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ. റോമലിപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. യൂട്യൂബിൽ ഒബ്വിയസ്ലി പഠിച്ചിട്ടുണ്ടാവും. അവിടുന്ന് ഇവിടുന്ന് കുറേ നോളജ് ഗെയിൻ ചെയ്തു. ഇപ്പോഴാണ് പ്രോഫിറ്റബിൾ ആയത് എന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഏതൊരു മൊമെൻറ്റിലാണ് റോമലിന് തോന്നിയത് റോമലിൻ്റെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ഇവിടുന്ന് ഇപ്പോൾ റോമലിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതെന്ന്? അല്ല, നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതല്ലാതെ പ്രോഫിറ്റില് നമ്മളെപ്പോഴും നോക്കുന്നത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ള കാര്യമാണല്ലോ. അതെ അതെ. ആ സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഹാപ്പിയാണ്. നമ്മളിപ്പോ ആ ഉദ്ദേശിച്ച സാധനം കിട്ടി, അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പിയാണ്. ശരി. ഇപ്പോൾ റോമലിന് ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ ട്രേഡിംഗ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് സത്യം പറഞ്ഞാൽ റോമൽ ഇവിടെ വന്നിട്ടുള്ളത്. പെർ ക്യാപിറ്റലിലേക്ക് ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവിലുള്ളൊരു കാഴ്ചപ്പാട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോകണം, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ട്രേഡിംഗ് പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊന്നാണ് പേഴ്സണൽ ഫൈനാൻസ്. ഈ പേഴ്സണൽ ഫൈനാൻസിൻ്റെ ആ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസിൽ അതിന് എത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പിന്നല്ലാതെ അതില് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിന് മുന്നേയും ഇത് കഴിഞ്ഞതിന് ശേഷം റോമലിന്റെ മനസ്സിൽ വന്നിട്ടുള്ളത്? അല്ല, നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് ചെയ്തൊരു ഒരു എക്സ്റ്റേണൽ വേറൊരു ഇൻകം സൈഡ് സോഴ്സ് ഉണ്ടാക്കുക, അത് മാത്രം മതി എന്നുള്ളതായിരുന്നു നമ്മുടെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സത്യത്തില് അങ്ങനെയല്ല, എല്ലാവരും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ശരീരം നമ്മുടെ ഓരോ ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസും കൂടി വരും. കാര്യം ഇത് ഇങ്ങനെ ചെയ്യണം, അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണത് എങ്ങനെയാണ്, അത് എങ്ങനെ അതിനെ നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പി റേഷ്യോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതെങ്ങനെ കറക്റ്റായിട്ട് പി റേഷ്യോ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ബാക്കിയുള്ളതും കൂടി എങ്ങനെ കണ്ടെത്താം, നല്ലൊരു സ്റ്റോക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, ഒരു മൾട്ടി ബാഗർ ആയിട്ടുള്ള സ്റ്റോക്സ് എങ്ങനെ ഫൈൻഡ് ചെയ്തെടുക്കാം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതേപോലെ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാൻസിനെ കുറിച്ചുള്ള ചിന്ത. അതെ അതെ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു റിട്ടയർ ആവുമ്പോൾ ഇത്ര പൈസ, അത് എത്ര സ്പെസിഫിക്കലി എത്ര രൂപ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കൂല. നമ്മൾ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് റോമലിൻ്റെതായിട്ടുള്ള കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ 100% ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ റോമലിന്റെ പേഴ്സണൽ ഫൈനാൻസ് മുൻപും ഇപ്പം പെർ ക്യാപിന് ശേഷവും വളരെയധികം ഡിഫറെന്റ് ആണ്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ റോമലിന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? കാരണം ഇന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് പേഴ്സണൽ ഫൈനാൻസിന്റെ സൈഡ്. അതായത് നമ്മൾ കിട്ടുന്ന വരുമാനത്തിന് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്, മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം റോമലിന് ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്താ പറയണ, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ. ഇങ്ങനെ നമ്മള് എല്ലാവരും ഒരേപോലെ ചിന്തിക്കണല്ലോ. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ടാക്സ് എങ്ങനെ അടക്കണം, ആ ഒരു ടാക്സിനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഭയങ്കര വലിയ ഇതല്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടി അങ്ങനെ ഉണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ സാധാരണ ആളുകൾ ചിന്തിക്കണേക്കാളും ഒരു എന്താ പറയണ വേറൊരു
ആംഗിളിലേക്കും കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ശരി ശരി. നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ട് പോകുക എന്നല്ലാതെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഭയങ്കരമായിട്ടും അല്ലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട് സത്യത്തില്. ശരി. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലയിടത്തു നിന്നായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും സാധാരണഗതിയിൽ പറയാറുള്ള ഒരു വേർഡ്സാണ് പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. ഇല്ല, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും പറയാറുള്ളതാണ് പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളത്, അല്ലേ? നമ്മൾ പലയിടത്തു നിന്നായിട്ട് കേട്ടുള്ളതാണ്. അപ്പോൾ റോമലിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പൈസ കയ്യിൽ നിൽക്കാത്തത് എന്താണ്, അതിനുള്ള കാരണം എന്ന്? അപ്പൊ അവരുടെ അടുത്തത് പറയാൻ പറ്റുമോ? ഇനി അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കത് പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായിരിക്കാം കാരണം? വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മോസ്റ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരവിനേക്കാളും കൂടുതൽ ചെലവായിട്ട് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട്, പിന്നെ നമ്മൾക്ക് എത്രയാണോ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇൻകം അതിന്റെ എത്ര പെർസെൻറ്റേജ് ശരിക്കും നമ്മൾ ഒരു എമർജൻസി മണിയായിട്ട് നമ്മൾ എന്തോരം മാറ്റി വെക്കണം, എത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കണം. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെയുള്ള പിന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഡിഫറെന്റ് ഇക്വിറ്റിയിലാണെങ്കിലും ഡെപ്റ്റിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്ര പെർസെൻറ്റേജ് വെച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇടണമെന്നുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക്. പിന്നെ അതിലേറെയൊക്കെ ഉപരി ഒരാളുടെ വരുമാനം എത്രയാണോ അതിനനുസരിച്ച് അയാൾക്കുള്ള ചെലവുകൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ശരി. റോമലിനോട് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഒരാൾ റോമലിനോട് ചോദിക്കുകയാണ് പെർ ക്യാപ്പ് എങ്ങനെയുണ്ട്, നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വെർത്ത് ഉണ്ടോ, അതല്ലെങ്കിൽ വെറുതെ സാധാരണ പല സ്ഥാപനങ്ങളെയും പോലെ പൈസ വേസ്റ്റ് ആകുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ, അതല്ലെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചോദിക്കുകയാണെങ്കിൽ പെർ ക്യാപ്പ് സജസ്റ്റ് ചെയ്യുമോ? അതിനുള്ള കാരണം കൂടി പറയൂ. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്തായാലും ചേരാനായിട്ട് കൂടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഇതിനകത്തേക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്ത കാരണമാണ്. എന്തായാലും ഞാൻ ഇപ്പം തന്നെ എന്താ പറയുക, സിസ്റ്ററിനോട് സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളോട് തന്നെ പറയുന്നത്. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ പെർ ക്യാപിറ്റ എന്നുള്ള ഇതിൽ കൊണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1 മന്ത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ചേഞ്ച് എനിക്ക് തന്നെ ചെറിയൊരു കോൺഫിഡൻസ് ആയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിട്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് പെർ ക്യാപിറ്റലിൽ നിന്ന്.